അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി, അളവിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചോപ്പറിലിട്ടൊന്ന് കറക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോപ്പറില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസും ചിക്കനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതന്നെ നിങ്ങൾ ഉണ്ടാക്കും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചോപ്പറിലിട്ട് ഒന്നുകൊണ്ട് കറക്കിയെടുക്കുക ചെയ്തത്. മിക്സി ഇട്ടിട്ട് കറക്കി ചെയ്തപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോവുള്ളൂ. ചെറുതായി നമുക്ക് കടിക്കണ രീതിയിൽ വേണത് അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കുക്കുംബറൊക്കെ ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ഇത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെയും വെജിറ്റബിളിൻ്റെ അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരമായ മയോണൈസാണ് ചേർക്കുന്നത്. മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ 1 കോഴിമുട്ടയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും 1 ടീസ്പൂണ് വിനാഗിരിയും ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തു. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് കട്ടിയിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുത്തു. കട്ടിയാവുന്നത് വരെ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. ഇത് കുറച്ച് കട്ടി വേണം, അല്ലെങ്കിൽ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഇതിൽ നിന്നിങ്ങനെ ഒലിച്ച് പോവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ ഷീറ്റ് എടുത്തിട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കടയിൽ നിന്നും വാങ്ങിയ ഷീറ്റാണ്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്, ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ.